ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് അസിസ്റ്റന്റ് സെയിൽസ്മാനുള്ള ഒരു റിവിഷൻ ആണ്. ബയോളജി ക്ലാസ് ആണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ജീവിശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ്, അതായത് സുവോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. ജീവികളുടെ ജീവിതപരമായ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. കോശത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹൂക്കാണ്. റോബർട്ട് ഹൂക്കിന്റെ ബുക്കാണ് മൈക്രോഗ്രാഫിയ. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ്. ജീവനുള്ള കോശം ആദ്യമായി നിരീക്ഷിച്ചത് ആന്റണി വാൻ ലിയവൻ ഹൂക്കാണ്. ജന്തു ശരീരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണ്. സസ്യശരീരം കോശം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ ആണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. MJ സ്ലീഡനും തിയോഡർ ഷാനും കൂടിയിട്ട്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ്. കോശവിത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ആണ്. കോശസ്തരത്തിനുള്ള എല്ലാ പദാർത്ഥങ്ങളെയും പറയുന്നത് പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യമാണ്. പ്രോട്ടോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം എന്നാണ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം ന്യൂക്ലിയസ് ആണ്. കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. ന്യൂക്ലിയസിനുള്ളിൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗത്തുമാണ് ന്യൂക്ലിയോളസ് അഥവാ മർമ്മകം എന്ന് പറയുന്നത്. റൈബോസ് നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണ് ന്യൂക്ലിയോളസ് അഥവാ മർമ്മകം. ന്യൂക്ലിയസിനുള്ളിലെ ദ്രാവക ഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയോപ്ലാസം അഥവാ മർമ്മദ്രവ്യമാണ്. മർമ്മദ്രവ്യത്തിൽ വളക്കണങ്ങൾ പോലെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ശൃംഖലയാണ് ക്രോമാറ്റിൻ ജാലിക. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെ പ്രോകാരിയോട്ട് എന്നും വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളെ യൂകാരിയോട്ട് കോശങ്ങൾ എന്നും പറയുന്നു. കോശത്തിന്റെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. ഓക്സിജൻ ഉപയോഗിച്ച് പോഷകങ്ങളെ ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജത്തിന്റെ തന്മാത്രകളായിട്ട് വെച്ചിരിക്കുന്നത് ATP ആണ്. ATPയുടെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. മൈറ്റോകോൺട്രിയയിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകം മാട്രിക്സ് ആണ്. മാട്രിക്സിലേക്ക് തള്ളി നിൽക്കുന്ന മൈറ്റോകോൺട്രിയയുടെ ഭാഗമാണ് ക്രിസ്റ്റ. കോശത്തിന്റെ എനർജി കറൻസി എന്ന് പറയുന്നത് ATP ആണ്. കോശത്തിന്റെ സഞ്ചാരപാത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തഃദ്രവ്യ ജാലികയാണ്. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗമാണ് റൈബോസോം. കോശത്തിന്റെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനാണ്. കോശത്തിന്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. ഹോർമോണുകൾ, രാസാഗ്നികൾ എന്നിവയെ സഞ്ചിയിലാക്കുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗവുമാണ് പ്ലാസ്റ്റിഡ്സ്, ഫേനം, കോശഭിത്തി എന്നിവ. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ലൈസോസോം, സെൻട്രോസോം എന്നിവ. ആത്മഹത്യസഞ്ചികൾ അല്ലെങ്കിൽ ഡെമോളിഷസ് കോഡ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബാഗ് എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം. പ്രോകാരിയോട്ടിലെ കോശവിഭജനം എന്ന് പറയുന്നത് ദ്വിവിഭജനമാണ്. യൂകാരിയോട്ടിലെ കോശവിഭജനങ്ങൾ രണ്ടു തരത്തിലുണ്ട്. ക്രമഭംഗമുണ്ട്, ഊനഭംഗമുണ്ട്. ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നവയാണ് കോശവിഭജനമാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രിക കോശങ്ങളുടെ എണ്ണം 2 ആണ്. ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രിക കോശങ്ങളുടെ ക്രോമസോമുകളുടെ എണ്ണം മാതൃകോശത്തിന്റെ തുല്യമായിരിക്കും. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനമാണ് ഊനഭംഗം എന്നറിയപ്പെടുന്നത്. ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രിക കോശങ്ങളുടെ എണ്ണം 4 ആണ്. ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രിക കോശങ്ങളുടെ ക്രോമസോമുകളുടെ എണ്ണം മാതൃകോശത്തിന്റെ ക്രോമസോമുകളുടെ എണ്ണത്തിന്റെ പകുതിയായിരിക്കും. കോശവിഭജനത്തിലെ 2 ഘട്ടങ്ങളാണ് കാരിയോകൈനസിസും സൈറ്റോകൈനസിസും. കാരിയോകൈനസിസിലെ 4 ഘട്ടങ്ങളുണ്ട്. കാരിയോകൈനസിസ് ന്യൂക്ലിയസ് വിഭജിക്കുന്ന ഘട്ടമാണ്. അതിൽ 4 ഘട്ടങ്ങൾ അതൊക്കെ അനാഫേസ്, മെറ്റാഫേസ്, ടീലോഫേസ്, പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ക്രോമാറ്റിൻ ജാലിക ക്രോമസോമുകളാകുന്ന ആദ്യ ഘട്ടമാണ് പ്രൊഫേസ് എന്ന് പറയുന്നത്. ക്രോമസോമുകൾ കോശത്തിന് മധ്യഭാഗത്തായി ക്രമീകരിക്കുന്ന ഘട്ടമാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. ക്രോമസോമുകൾ വേർപിരിഞ്ഞ് പുത്രിക ക്രോമസോമുകളായി ഇരു ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്ന ഘട്ടമാണ് അനാഫേസ് എന്ന് പറയുന്നത്. ക്രോമസോമുകൾ തിരിച്ച് ക്രോമാറ്റിൻ ജാലികയായി മാറുന്ന ഘട്ടമാണ് ടീലോഫേസ് എന്ന് പറയുന്നത്. ഊനഭംഗത്തിൽ ക്രോമസോമുകൾ കൂടിച്ചേർന്ന് പരസ്പരം കൈമാറ്റം ചെയ്യുന്ന പ്രവർത്തനമാണ് മുറിഞ്ഞുമാറൽ എന്ന് പറയുന്നത്. ഇനി സസ്യശരീരത്തിൽ നിന്ന് ജലം നീരാവിയായി പോകുന്ന പ്രക്രിയയാണ് ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസ്വേദനം. അതിനുമുമ്പ് കോശത്തിലെ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുവശത്തേക്കും ഗാഢത തുല്യമാകുന്നത് വരെ സ്വയം വ്യാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷന് ഊർജ്ജം ഉപയോഗിക്കുന്നില്ല. ജലതന്മാത്രകൾ ഒരു അർദ്ധദ്വാര സ്തരത്തിലൂടെ ഗാഢത തുല്യമാകുന്നത് വരെ വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് അഥവാ വ്യതിവ്യാപനം. കോശസ്തരത്തിലെ ചില പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടു കൂടി ഡിഫ്യൂഷൻ നടക്കുന്ന പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഗാഢത വ്യത്യാസത്തിലല്ലാതെ പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജ്ജം ഉപയോഗിച്ച് പദാർത്ഥ സംവഹനം നടക്കുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്.
സസ്യശരീരത്തിൽ നിന്ന് ജലം നീരാവിയായി പോകുന്ന പ്രക്രിയയാണ് ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസേചനം. സസ്യസേചനത്തെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളാണ് ആന്റി ട്രാൻസ്പിറൻസ്. അബ്സസിക് ആസിഡ് ഒരു ആന്റി ട്രാൻസ്പിറന്റ് ആണ്. കോശശ്വസനത്തിൽ രണ്ട് ഘട്ടങ്ങളാണ് ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും. കോശശ്വസനത്തിന് അഭികാരകങ്ങളാണ് ഗ്ലൂക്കോസും ഓക്സിജനും. കോശ ശ്വസനത്തിലെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ATP, ജലം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഗ്ലൈക്കോളിസിസിലൂടെ ലഭിക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം 2ആണ്. കോശ ശ്വസനത്തിൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. കോശ ശ്വസനത്തിൽ ഓക്സിജൻ ആവശ്യമായ ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി. ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 28ആണ്. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും കോശ ശ്വസനത്തിലൂടെ ലഭ്യമാകുന്ന മൊത്തം ATP തന്മാത്രകളുടെ എണ്ണം 30ആണ്. ഏറ്റവും വലിയ കോശം പക്ഷിയുടെ മുട്ടയാണ്. ഏറ്റവും ചെറിയ ജീവനുള്ള കോശം മൈക്രോപ്ലാസ്മയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഖണ്ഡമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണ രക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ആയുസ്സുള്ള കോശം നാഡീകോശമാണ്. ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരേ തരം കോശങ്ങളുടെ കൂട്ടത്തെയാണ് കല അഥവാ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഏത് കോശമായി മാറാൻ കഴിവുള്ള കോശങ്ങളെയാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. ശരീരത്തെ പൊതുവെ സംരക്ഷിക്കുന്ന കലകളാണ് ആവരണ കലകൾ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലകളാണ് നാഡീകലകൾ. ശരീരചലനം സാധ്യമാക്കുന്ന കലകളാണ് പേശീകല എന്ന് പറയുന്നത്. മറ്റു കലകളെ പരസ്പരം ബന്ധിക്കുന്ന കലകളാണ് യോജക കലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൈവിധ്യമാർന്ന കലകളാണ് യോജക കലകൾ. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ പാളയാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടാത്ത ഭാഗമാണ് അന്ധബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്നത്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസറ. അവിടെയുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള കാണപ്പെടുന്ന അറയാണ് വിട്രിയസ് അറ. അവിടെയുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. ഏറ്റവും വലിയ അറ, കണ്ണിലെ വലിയ അറ വിട്രിയസ് അറയാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റോഡോപ്സിൻ ആണ്. കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു ഐഡോപ്സിൻ ആണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണിൽ അടങ്ങിയിരിക്കുന്ന എൻസോസെയിം ലൈസോസെയിം ആണ്. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് കണ്ണിന്റെ ലെൻസിന്റെ വക്രത ക്രമീകരിക്കാനുള്ള ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് സമഞ്ജന ക്ഷമത എന്ന് പറയുന്നത്. നമ്മൾ ഒരു വസ്തു കാണുമ്പോൾ അതിന്റെ ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നു. ഈ ദൃശ്യാനുഭവമാണ് വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ്. ഹ്രസ്വദൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ്. അടുത്ത വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയുടെ പിറകിലാണ്. ദീർഘദൃഷ്ടിയുള്ള ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. നേത്രഗോളത്തിന്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. നേത്രാവരണവും കോർണിയയും വരണ്ട അതാര്യമാകുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന അസുഖം. സീറോഫ്താൽമിയ എന്ന രോഗത്തിന്റെ കാരണം വിറ്റാമിൻ എയുടെ കുറവാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. ശരീരത്തിന്റെ ത്വലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി. മധ്യകരണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന നാളെയാണ് യൂസ്റ്റേഷ്യൻ നാളെ. മധ്യകരണത്തിലെ അസ്ഥികളാണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ആന്തരികരണത്തിൽ മുഖ്യ ഭാഗങ്ങൾ എന്ന് പറയുന്ന അർദ്ധവൃത്തകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ്. കേൾക്കാൻ സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. കോക്ലിയയുടെ ആകൃതി ഒച്ചിന്റെ ആകൃതിയാണ്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന 5 രുചികളാണ് മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി. മധുരം തിരിച്ചറിയുന്ന സ്വാദുമുകുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നാവിന്റെ മുൻഭാഗത്താണ്. പുളിക്കും ഉപ്പ് രസത്തിനും കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ നാവിന്റെ ഇരുവശങ്ങളിലുമാണ്. മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റിനോളജിയാണ്. ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയുന്നത് ഡെർമറ്റോളജിയാണ്. ശരീരത്തിന്റെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. ത്വക്കിന് നിറം നൽകുന്നതും മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. മനുഷ്യ ശരീരത്തിൽ 43 ജോഡി നാഡികളുണ്ട്. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ചേർന്നതാണ് നാഡീവ്യവസ്ഥ. സ്വയം വിഭജിക്കാൻ ശേഷിയില്ലാത്ത കോശങ്ങളാണ് നാഡീകോശങ്ങൾ. ന്യൂറോണിന്റെ പ്രധാന ഭാഗങ്ങളാണ് കോശ ശരീരം, ആക്സോൺ, ആക്സോണൈറ്റ്, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ കോശം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന നാഡീകോശമാണ് ഡെൻഡ്രൈറ്റ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം. കപാലത്തെ കുറിച്ചുള്ള പഠനമാണ് ക്രൈനോളജി. മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവയാണ്.
മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ്. ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ്. സെറിബെല്ലമാണ് മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ കാണുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിന്റെ തുലനനില നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കൊഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ശരീരത്തിന്റെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് തലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്. നാഡി രോഗങ്ങളാണ് അപസ്മാരം, അൾസിമേഴ്സ്, പാർക്കിൻസൺസ് രോഗം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് പോളിയോമൈലിറ്റിസ്. ശരീരത്തിന് ചലനശേഷി നഷ്ടപ്പെടുക, ഭാഗികമായോ മൊത്തമായോ ചലനശേഷി നഷ്ടപ്പെടുക അല്ലെങ്കിൽ പ്രതികരണശേഷി ഇല്ലാതാവുന്ന അവസ്ഥയാണ് പാരാലിസിസ് അഥവാ തളർവാദം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിൽ രക്തം വിതരണം ചെയ്യുന്ന ധമനികൾ രക്തം കട്ടപിടിച്ചു രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. അതേസമയം രക്തക്കുഴലുകൾ പൊട്ടുന്നതിന്റെ ഭാഗമായി മസ്തിഷ്കത്തില് ഉണ്ടാകുന്ന രക്തപ്രവാഹത്തിന്റെ രോഗമാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത്. പേവിഷ ബാധിക്കുന്ന നാഡീവ്യൂഹം കേന്ദ്ര നാഡീവ്യൂഹമാണ്. രക്തപരിചരണാവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. രക്തത്തെ കുറിച്ചുള്ള പഠനം അറിയുന്നത് ഹെമറ്റോളജി എന്നാണ്. ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന കോശം രക്താണുക്കൾ ആണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണം ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. ശരീരത്തിന്റെ പോരാളി അല്ലെങ്കിൽ പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. പ്രധാന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും വലിയ രക്താണു എന്നറിയുന്നത് ശ്വേതരക്താണുവാണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. ശ്വേതരക്താണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ അഥവാ രക്താർബുദം. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുള്ള രോഗമാണ് ല്യൂക്കോപീനിയ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തഗ്രൂപ്പുകൾ RH എന്ന് കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റീനർ ആണ്. രക്തകട്ടം പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം. അതിന്റെ ആവശ്യമായ മൂലകമാണ് കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോകൈനേസിസ്. ഈ രക്തമുള്ള ഗ്രൂപ്പുകളുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജനാണ് ആന്റിജൻ എ. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O. അപ്പൊ അവരിൽ എല്ലാ ആന്റിബോഡി ഉണ്ടാവും. ആന്റിജന്റെ ഓപ്പോസിറ്റാണ് ആന്റിബോഡി ഉണ്ടാവുക. അത് മാത്രം ഓർത്ത് വെക്കുക. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കൊഴലുകളാണ് ധമനികൾ. അശുദ്ധ രക്തം വഹിക്കുന്ന കൊഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ എന്ന് പറയുന്നത് അയോട്ട അല്ലെങ്കിൽ മഹാധമനിയാണ്. ഹൃദയത്തെയും ഹൃദയ രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി. മനുഷ്യ ഹൃദയത്തിലെ 4 അറകളുണ്ട്. ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mm/Hg. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തക്കട്ട കൊറോണറി ധമനിയിലെത്തി ഹൃദയ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫി അല്ലെങ്കിൽ ECG എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. ശ്വാസകോശത്തെയും ശ്വാസനാളിയെയും ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പൾമോണോളജി. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസോം. വായുടെ തുടർച്ചയായി കാണുന്ന പ്രവേശന നിർമ്മിത ഭാഗമാണ് കിരസനി. നാസാദ്വാരത്തിലേക്ക് ആഹാരം കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗമാണ് ഉണ്ണാക്ക്. ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെന്റോളജി. മനുഷ്യ ശരീരത്തിൽ 4 തരം പല്ലുകളുണ്ട്: ഉളിപ്പല്ല്, കൊമ്പല്ല്, ചർവണകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. പല്ലിൽ കാണുന്ന നിർജ്ജീവമായ ഭാഗമാണ് ഇനാമൽ. ഇനാമലിന് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. പാലിലെ മാംസ്യമായ കേസിന് ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് റെസിൻ. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് അനുയോജ്യമായ രീതിയിൽ pH നിയന്ത്രിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ബിലിറുബിൻ ശരീരദ്രാവകങ്ങൾക്ക് കലർന്ന് മൊത്തം മഞ്ഞ നിറം ഉണ്ടാകുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്.
മാംസത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് പ്രോട്ടിയസ്. ചെറുകുടലിൽ മാംസത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് ട്രിപ്സിൻ. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന രാസാഗ്നിയാണ് ലിപ്പേസ്. ദഹനാവസ്ഥയുടെ ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്. കരളിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നൈട്രജൻ സംയുക്തമായ യൂറിയ ഉണ്ടാക്കലാണ്. ശ്വാസകോശങ്ങൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ സഹായിക്കുന്നു. ത്വക്ക്, ജലം, ലവണങ്ങൾ എന്നിവയെ പുറന്തള്ളുന്നു. വൃക്കകൾ യൂറിയയും അധികമുള്ള ജലം പുറന്തള്ളുന്നതാണ് വൃക്കകൾ. ശരീരത്തിന്റെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കുന്നത് കരളിലാണ്. കെരാറ്റിൻ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുന്നത് കരളിലാണ്. അമിതമായ വൈറ്റമിൻ എ ആണ് കരളിൽ അടയുന്ന വിറ്റമിൻ. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് പറയുന്നത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത് കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ കടന്നു പോകുന്ന വിഷവസ്തുക്കൾ നിർജ്ജീവമാക്കുന്ന അവയവം അത് കരളാണ്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സീറോസിസ് എന്ന് പറയുന്നത്. രക്തത്തിൽ നിന്ന് മൂത്രം അരിച്ചു മാറ്റുന്നത് നെഫ്രോൺ ആണ്. മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ന്യൂറോക്രോം ആണ്. വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഓക്സലേറ്റ് ആണ്. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവവ്യവസ്ഥയാണ് അന്തഃസ്രാവി വ്യവസ്ഥ. ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്രന്ഥികളാണ് അന്തഃസ്രാവി ഗ്രന്ഥികൾ. ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്രന്ഥികളാണ് അന്തഃസ്രാവി ഗ്രന്ഥികൾ. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തഃസ്രാവി ഗ്രന്ഥികളാണ്. മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തഃസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH എന്നറിയുന്നത്, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH, ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH, വാർച്ച ഹോർമോൺ GH, പിന്നെ പ്രോലാക്റ്റിൻ. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉദ്ദീപിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഹോർമോണാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. അഡ്രിനോ ഗ്രന്ഥിയുടെയും കോർട്ടക്സിന്റെയും പ്രവർത്തനങ്ങൾ ഉദ്ദീപിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ഗൊണാഡോട്രോപിക് ഹോർമോൺ പുരുഷന്മാരിലെ വൃഷണങ്ങളുടെ പ്രവർത്തനങ്ങളെയും സ്ത്രീകളിലെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഉത്തേജിപ്പിക്കുന്നു. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. ഉപാപചയ പ്രവർത്തനങ്ങൾ ഉയർത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഏറ്റവും ചെറിയ അന്തഃസ്രാവി ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥി വീർത്ത് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അയഡിൻ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് തൈറോക്സിൻ ആണ്. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. അസ്ഥികൾ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാതെർമോൺ. അന്തഃസ്രാവി ഗ്രന്ഥിയെയും ബഹിസ്രാവി ഗ്രന്ഥിയെയും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. എൻസൈം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ അന്തഃസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത്. ലോക പ്രമേഹ ദിനം നവംബർ 14-നാണ്. സ്ത്രീകൾ ലൈംഗിക വളർച്ച, ആർത്തവ ചക്രം, അണ്ഡോത്പാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന എന്നാൽ പ്രായം പൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥയ്ക്ക് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. സെറോട്ടോണിൻ, മെലറ്റോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് മെലറ്റോണിൻ. ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപിൻ ആണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ശരീരത്തിൽ ഏറ്റവും ദൃഢമേറിയ കലയാണ് അസ്ഥികലകൾ. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ അസ്ഥി തുടയൽ അല്ലെങ്കിൽ ഫീമർ ആണ്. കാൽമുട്ടിന്റെ അസ്ഥിയുടെ പേരാണ് പറ്റില എന്ന് പറയുന്ന പറ്റല. നട്ടലിലെ ആദ്യ കശേരിയാണ് അറ്റ്ലസ്. നട്ടലിലെ അവസാനത്തെ കശേരിയാണ് കോക്സിക്കസ്. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. വിശ്രമമില്ലാതെ
പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി. ഏറ്റവും ചെറിയ പേശിയാണ് സ്കേപ്പിഡിയസ്. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയാണ് വാസക്ടോമി. സ്ത്രീകൾ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയാണ് ട്യൂബക്ടോമി. ഇനി വിറ്റാമിനുകളെ കുറിച്ച് പഠിക്കാം. വിറ്റാമിനുകൾ എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫ്രങ്ക് ആണ്. വിറ്റാമിനുകളുടെ ലയനം അനുസരിച്ച് വിറ്റാമിനുകളെ രണ്ടായി തിരിക്കുന്നു. ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവ, രണ്ടാമത്തെ ജലത്തിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ് ADH. ജലത്തിൽ ലയിക്കുന്നവയാണ് വിറ്റാമിൻ ബിയും സിയും. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ജീവകമാണ് ജീവകം എ. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. നിശാന്തതയ്ക്ക് കാരണം അല്ലെങ്കിൽ സീറോഫ്താൽമിയയ്ക്ക് കാരണമല്ല, വിറ്റാമിൻ എയുടെ അഭാവമാണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. സൂര്യപ്രകാശത്തിൽ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്ക് നിർമ്മിക്കപ്പെടുത്തിയിരിക്കുന്ന ജീവകമാണ് ജീവകം ഡി. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി. പിന്നെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. പ്രത്യുൽപാദന അവസ്ഥയുടെ ശരീര പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഇ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ജീവകം കെ ഫോർ കട്ട. കൗട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ബി. ബിയുടെ പേരാണ് തൈമിൻ എന്ന് പറയുന്നത്. പാലിന്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2 അഥവാ റൈബോഫ്ലാവിൻ. വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നത് ജീവകം B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ആണ്. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം B7 ആണ്. ജീവകം B7ന്റെ പേരാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ B9. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ B12. അതിന്റെ പേരാണ് സയനോകൊബാലുമിൻ. ജീവകം സി നാരങ്ങയിലൊക്കെ അടങ്ങിയിരിക്കുന്നു. പാകം ചെയ്ത് നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ശരീരത്തിന്റെ ഇരുമ്പിന്റെ ആവരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസുകളാണ് വിറ്റാമിൻ ബിയും സിയും. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം. ജീവകം എ റെറ്റിനോൾ, ജീവകം B1 തൈമിൻ, ജീവകം B2 റൈബോഫ്ലാവിൻ ആണ്, ജീവകം B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത്, ജീവകം B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്, ജീവകം B6 പെരിഡോക്സിൻ ആണ്, വിറ്റാമിൻ B7 ആണ്, വിറ്റാമിൻ B9 ഫോളിക് ആസിഡ് ആണ്, വിറ്റാമിൻ B12 സയനോകോബാലുമിൻ ആണ്, വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് ആണ്, ജീവകം B2. ജീവകം ഡി കാൽസിഫെറോൾ ആണ്, വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ ആണ്, വിറ്റാമിൻ കെ പില്ലോക്വിനോൺ ആണ്. ജീവകം എയുടെ അപാരത്വം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നിശാന്തത. പിന്നെ സീറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ B1ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെറിബറി. B3യുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെലഗ്ര. ഇതിനെ ആന്റി പെലഗ്ര വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു. വിറ്റാമിൻ B9ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റാമിൻ B12ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അഥവാ കണ. വിറ്റാമിൻ ഇയുടെ അപാരാപ്തം മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. വിറ്റാമിൻ കെയുടെ അഭാവം മൂലമാണ് രക്തസ്രാവം ഉണ്ടാകുന്നത്. ഇനി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. കാരണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. ആന്റി റിക്കസിയ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. ഹോർമോൺ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. കൊയാഗുലേഷൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ്. ആന്റിപെലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3 ആണ്. മൂത്രത്തിലൂടെ വിസർജിപ്പിക്കപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കോളറ, ന്യൂമോണിയ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, എലിപ്പനി, ക്ഷയം, പ്ലേഗ്, വിലഞ്ചുമ, കുഷ്ഠം, ടെറ്റനസ്, ആന്ത്രാക്സ്, സിഫിലിസ്, ഗോണേറിയ, ട്രോക്കോമ, ബോtulism, മെനിഞ്ചൈറ്റിസ് എന്നിവ. ഇനി വൈറസ് രോഗങ്ങളാണ് ഡെങ്കിപ്പനി, പക്ഷിപ്പനി, ചിക്കൻ പോക്സ്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പന്നിപ്പനി, മീസിൽസ്, മുണ്ടുനീരി, യെല്ലോ ഫീവർ, ജലദോഷം എന്നിവ. ഡെങ്കിപ്പനിക്ക് കാരണമാണ് ആൽഫ വൈറസ്, കുരങ്ങുപനി, ഫ്ലാവി വൈറസ്, പന്നിപ്പനി, H1N1, സാർസ്, കൊറോണ വൈറസ്, പോളിയോ വൈറസ്, ചിക്കൻ പോക്സ്, വാരിസെല്ല സോസ്റ്റർ. ഫംഗസ് രോഗങ്ങളാണ് ത്വക്ക് രോഗങ്ങൾ, അത്ലറ്റ് ഫൂട്ട്, വട്ടച്ചൊറി എന്നിവ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. പ്രോട്ടോസോ രോഗങ്ങളാണ് മലമ്പനി, വയറുകടി എന്നിവ. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം എന്നിവ ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്. വയർ മരിച്ചിനി എന്നിവയിലെ മൊസൈക് രോഗം, വാഴയിലെ കുറുമാമ്പ് രോഗമൊക്കെ ഉണ്ടാകുന്നത് വൈറസ് മൂലമാണ്. കുരുമുളകിന്റെ ദ്രുതവാട്ടം, തെങ്ങിന്റെ കൂമ്പ് ചെയ്യൽ എന്നിവ ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ആന്ത്രാക്സ്, അകിടുവീക്കം ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്. കുളമ്പ് രോഗം ഉണ്ടാകുന്നത് വൈറസ് കൊണ്ടാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികളാണ് വിരിപ്പ്, മുട്ടകൻ, പുഞ്ച എന്നിവ. തെങ്ങിന്റെ ശാസ്ത്രനാമം കോക്കസ് മെക്സിക്കനാണ്. റബ്ബറിന്റെ ശാസ്ത്രനാമം ഹെവിയ ബ്രസീലിയൻസ് ആണ്. പിന്നെ മരച്ചീനിയുടെ ശാസ്ത്രനാമം മാനുഹോട്ട എസ്കുലന്റിയാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ വയനാട്ടിലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം ആമ്പലവയൽ വയനാട്ടിലാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറയിലാണ്, തൃശ്ശൂരാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കണ്ണൂരിലാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, മലപ്പുറം, മണക്കത്തറ, തൃശ്ശൂർ എന്നീ 2 സ്ഥലങ്ങളുണ്ട്.
കേന്ദ്ര സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ മുണ്ടക്കൽ കൊല്ലത്താണ്. നാളികേര വികസന ബോർഡ് കൊച്ചിയിലാണ്. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബലരാമപുരം തിരുവനന്തപുരത്താണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. കേരള കാർഷിക സർവകലാശാല വെള്ളാണിക്കര തൃശ്ശൂരാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പുതുപ്പള്ളി കോട്ടയത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് മൂഴിക്കൽ കോഴിക്കോടാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളത്താണ്. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാട്ടുംപാറയാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല മേനൻപാറയിലാണ്. തിരുവല്ല പത്തനംതിട്ടയിലും മേനൻപാറ പാലക്കാടുമാണ്. തെങ്ങ് ഗവേഷണ കേന്ദ്രം പീലിക്കോട് കാസർഗോഡും കായംകുളത്തുമാണുള്ളത്. കായൽ ബോർഡ് കൊച്ചിയിലാണ്. KRFED വെള്ളയമ്പലത്താണ്. കേരള വനം ഗവേഷണ കേന്ദ്രം പീച്ചിയാണ്. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമനയാണ്. പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന കൾച്ചറാണ് സെരികൾച്ചർ എന്ന് പറയുന്നത്. പിസികൾച്ചർ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ മത്സ്യം വളർത്തുന്നതിനെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. പൂക്കൾ വളർത്തുന്ന കൃഷി രീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. തേനീച്ച വളർത്തുന്നതിനെയാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. മുയലുകളെ വളർത്തുന്ന രീതിയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. പൂൺ വളർത്തുന്നതിനെയാണ് മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. ഇനി സങ്കര ഇനങ്ങളുടെ പേരുകൾ പഠിക്കാം. പയറിന്റെ സങ്കര ഇനങ്ങൾ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതികയാണ്. പച്ചമുളക് ജ്വാലാമുഖി, ജ്വാലസഖി, ഉജ്ജ്വല, അനുഗ്രഹ, വെള്ളായണി, അതുല്യ, സൂര്യമുഖിയാണ്. പാവയ്ക്ക പ്രിയ, പ്രിയങ്ക, പ്രീതിയാണ്. തെങ്ങ് അനന്തഗംഗ, കേശഗംഗ, ചന്ദ്രരക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗയാണ്. നെല്ല് ശബര, ഹ്രസ്വ, അരുണ, കരുണ, ഉമ, രമണിക, നീള, അന്നപൂർണ, മണിപ്രിയ, പവിത്രയാണ്. വെണ്ടയുടെ സങ്കര ഇനമാണ് കിരൺ, സൽകീർത്തി എന്നിവ. വഴുതനയുടെയാണ് സൂര്യശ്വേത എന്നിവ. തക്കാളിയുടെയാണ് ശക്തി, മുക്തി, അനഘ, അക്ഷയ. ഗോതമ്പിന്റെയാണ് ഗിരിജ, കല്യാൺസേന, സൊനാലിക എന്നിവ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവൽ ഇനമാണ് പ്രിയങ്ക എന്ന് പറയുന്നത്. മരച്ചീനിയുടെ ഇതാണ് ശ്രീ വിശാഖ, ശ്രീ സഹ്യ വിജയ, ശ്രീജയ എന്നിവ. പരുത്തിയുടെ സങ്കര ഇനമാണ് സുജാത ഹൈബ്രിഡ് 4. ക്യാബേജാണ് ഹരിറാണി. ചീരയാണ് അരുൺ, കൃഷ്ണശ്രീ. കരിമ്പാണ് തിരുമധുരം, മാധുരി, മധുമതി. ഇനി നമുക്ക് ലാസ്റ്റ് ഇയർ ഇതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോകാം. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗമാണ് റൈബോസോം. മനുഷ്യരിലെ കണ്ണിന്റെ ലെൻസിനെ പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം എന്ന് പറയുന്നത്. ഗ്ലോക്കോമ മനുഷ്യ ശരീരത്തിലെ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. സീറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇതൊക്കെ മുമ്പ് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയാണ് ചോദ്യം. ഗ്ലോക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് എന്നാണ്. അത് ഞാൻ നേരെ ആൻസർ ആയിട്ട് പറയുന്നതാണ്. ഗ്ലോക്കോമ മനുഷ്യ ശരീരത്തിൽ കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ്. കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിൽ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? അത് കണ്ണാണ്. ശരീരത്തിൽ ഏത് അവയവത്തെയാണ് എക്സ്മ ബാധിക്കുന്നത്? അത് ത്വക്കാണ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്യുന്ന സ്ഥലമാണ് മെനിഞ്ചേസിസ് എന്ന് പറയുന്നത്. എംഫിസീമ എന്ന അസുഖം ബാധിക്കുന്ന ശരീരാവയവം അത് ശ്വാസകോശമാണ്. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർജ്ജീവമാക്കുന്ന അവയവം അത് കരളാണ്. പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഓഡോന്റോളജി. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേത രക്താണുക്കളാണ്. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത്? അത് സിസ്റ്റളി എന്നാണ് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് രക്തത്തിലൂടെയും ശരീര ദ്രവങ്ങളിലൂടെയുമാണ്. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റളിക് പ്രഷർ 120 mmHg ആണ്. ABO രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? ആൾലാൻഡ് സ്റ്റീനർ ആണ്. പല്ലിൽ കാണുന്ന നിർജ്ജീവമായ ഭാഗമാണ് ഇനാമൽ. 1 മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? 1 മില്ലിയാണ് ആൻസർ. മൂത്രത്തിന്റെ മഞ്ഞനിറത്തിന് കാരണം എന്താണ്? ഇത് യൂറോക്രോമാണ്. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്നത്. അസ്ഥികളിലെ പ്രധാന ഘടക രാസപദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയത്തിന് സഹായിക്കുന്നത്? ഫെറമോണാണ്. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രേലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ് ആണ്. യൂത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ്? അത് തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നത്. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപിൻ ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ D ആണ്.
വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കസി അഥവാ കണ എന്ന് പറയുന്നത്. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച സർക്കോമിയർ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. പിന്നെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരീര പ്രവർത്തന ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. ഒരു പ്രധാന കാര്യഫലമാണ് നെല്ല്. നെല്ല് കൃഷി ചെയ്യാൻ വേണ്ട അനുയോജ്യമായ ദിവസം 28-27 കർഷകർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനലാണ് DD കിസാൻ. ജ്ഞാനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം അത് കുരുമുളകാണ്. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ദിനം ആചരിക്കുന്നത് ജൂൺ 5-നാണ്. പന്നിയൂർ വന്ന് എന്നത് ഏതെങ്കിലും സസ്യത്തിന്റെ സങ്കര ഇനമാണ്. അത് കുരുമുളകിന്റെയാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. D എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? അത് തെങ്ങാണ്. ഇവിടെ D എന്ന് പറയുന്നത് ഡോർഫ്, T എന്ന് പറയുന്നത് ടോൾ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല അത് പാലക്കാടാണ്. പ്രകൃതി സംരക്ഷണത്തിലുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത സുഗതകുമാരിയാണ്. അപ്പോൾ ഇന്നത്തെ റിവിഷൻ തീർക്കുകയാണ്. എല്ലാവരും നന്നായി എക്സാം എഴുതുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.